എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളി തലശ്ശേരി ചിക്കൻ ദം ബിരിയാണിയാണ് കേട്ടോ. ഈ ഒരു പെരുന്നാളിനൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ബിരിയാണി ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ബിരിയാണി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് മുന്നേ ഈ ഒരു വീഡിയോ എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലോങ് ആണ്. അപ്പോൾ കണ്ടു നോക്കുക, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു തലശ്ശേരി ദം ബിരിയാണി എങ്ങനെ തയ്യാറാക്കുന്നത് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ബിരിയാണി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് ഒരു 1/2 കിലോ അളവിൽ വരുന്ന ചിക്കനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിലോട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരുപാട് ആയിപ്പോണ്ട് ഈ ഒരു അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതേപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരുപാട് എരിവില്ലാത്ത, അതായത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ, അത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ഒരു ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ബിരിയാണി മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇത് കറക്റ്റ് 1 ടീസ്പൂൺ അളവിൽ പെരുംജീരകം, അതായത് വലിയ ജീരകമാണ് കേട്ടോ, അത് ഒരു പാനിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ 2 ചെറിയൊരു പീസ് പട്ട ഇതുപോലെ ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ചെറിയ 2 ഇല, അതായത് ബേ ലീവ്സ് കേട്ടോ, അതും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു 4 പീസ് ഏലക്കായയും കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു 4 പീസ് ഗ്രാമ്പും കൂടി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുഴുവനായിട്ടുള്ള മല്ലിയാണ്. അപ്പം മുഴുവൻ മല്ലി ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, അതിൻ്റെ അളവ് ഒരുപാട് അങ്ങോട്ട് കൂടി പോകാൻ പാടില്ല. ഈ ഒരു അളവിലൊക്കെ മസാല റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മാത്രം മതി. അതേപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ സാധാരണ ജീരകം കേട്ടോ, ചെറിയ ജീരകം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ആ ഒരു അളവിൽ ഒരു 1/4 ടീസ്പൂൺ ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഈ ഒരു മസാലയിൽ സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഷാജീരകമാണ് കേട്ടോ. ഈ ഒരു ഷാജീരകമാണ് നമ്മൾ ഈ ഒരു മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവറും മണമൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതൊരു 1/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ അളവിൽ മുഴുവനായിട്ടുള്ള കുരുമുളകും കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് ഈ ഒരു അളവിൽ 2 വറ്റൽമുളകും കൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി സ്റ്റൗ ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് മാറ്റി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. വഴറ്റി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ബിരിയാണിക്കുള്ള മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ ഉള്ളത് ഒരു സ്പെഷ്യൽ മസാലയാണ് കേട്ടോ ഇത്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിൽ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, അതേപോലെ ഒരു 4 പച്ചമുളക്, 2 ചെറിയൊരു പീസ് ഇഞ്ചി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടെടുക്കാം. ഇനി ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മളിപ്പോഴും ചതച്ചെടുത്തിട്ടുള്ള ഒരു ഇഞ്ചിയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പേസ്റ്റ് നമുക്ക് ഈ ഒരു ഓയിലോട്ട്, ചൂടായി കിടക്കുന്ന ഓയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ആ ഒരു പച്ച ചുവയുണ്ടല്ലോ, അത് കറക്റ്റായിട്ടൊന്ന് മാറി വരട്ടെ. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ കളറൊക്കെ അത്യാവശ്യം ഒന്ന് മാറി വരുന്ന സമയത്ത് ഒരു മീഡിയം സൈസുള്ള 3 സവാള ഞാൻ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സവാള വാടിക്കെട്ടാൻ ആവശ്യമായിട്ടുള്ള ഒരു നുള്ളു ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. സവാളയുടെ കളറ് അത്യാവശ്യം ഇതുപോലെ ഒന്ന് മാറി വരുന്ന സമയത്ത് 2 മീഡിയം സൈസുള്ള തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. തക്കാളി നമ്മൾ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഒരുപാട് പുളിയുള്ള തക്കാളി എടുക്കണ്ട കേട്ടോ. ഒരു മീഡിയം രീതിയിൽ മാത്രം പുളിയുള്ള തക്കാളി എടുക്കുക. എന്നിട്ട് അത് 2 എണ്ണം എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു തക്കാളി നന്നായിട്ട് വെന്ത് ആ ഒരു പേസ്റ്റ് പരുവത്തിലായി ആ ഒരു തക്കാളിയുടെ ആ ഒരു പച്ച മണമൊക്കെ കറക്റ്റായിട്ട് മാറിക്കിട്ടണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു തക്കാളിയുടെ കൂടെ തന്നെ പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു കൈപ്പിടി, അതായത് ഒരു നമ്മുടെ കൈയുടെ ഉൾഭാഗത്ത് ഒരു കൈപ്പിടി നിറയെ മല്ലിയിലയാണ് കേട്ടോ. മല്ലിയിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു തക്കാളിയുടെ കൂടെ തന്നെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ആ ഒരു മല്ലിയിലയൊക്കെ കറക്റ്റായിട്ട് മസാലയിൽ വരുമ്പോഴാണ് കറക്റ്റായിട്ട് ആ ഒരു തലശ്ശേരി ചിക്കൻ ദം ബിരിയാണിയുടെ ആ ഒരു മണമൊക്കെ നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ മല്ലിയില ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാം, നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ചേർക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു മസാലയുടെ മണവും ആ ഒരു ഫ്ലേവറൊക്കെ ആകെ മൊത്തം അങ്ങോട്ട് മാറും. അപ്പോൾ ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില വേണം നമ്മൾ ഇതിലോട്ട് ഈ ഒരു മസാലയിലോട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ കുറച്ച് മല്ലിയിലും അതേപോലെ കുറച്ച് പുതിനയിലയും കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു തക്കാളിയും നമ്മുടെ ആ ഒരു മല്ലിയിലേക്കൊക്കെ നന്നായിട്ട് വെന്ത് ആ ഒരു പേസ്റ്റ് പരുവത്തിലാകുന്നവരെ നമുക്ക് നന്നായിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം.
അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ആ ഒരു തക്കാളിയൊക്കെ ഒന്ന് വെന്ത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലോട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കൻ്റെ കൂടെ നമ്മൾ ഇതിലോട്ട് വെള്ളമൊന്നും ചേർക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഈ ഒരു മസാലയും ആ ഒരു ചിക്കനൊക്കെ കൂടി ആദ്യം നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ആ ഒരു തക്കാളിയുടെയും സവാളയുടെയും ആ ഒരു മസാല ആ ഒരു ചിക്കനിലെ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ, അതായത് ചിക്കൻ്റെ ഉള്ളിലോട്ടൊക്കെ പിടിക്കുന്ന രീതിയിൽ വേണം നമ്മളിതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ നേരത്തെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള ആ ഒരു സ്പെഷ്യൽ ചിക്കൻ ദം ബിരിയാണിയുടെ മസാലയാണ് കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ മസാല നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വേറെ ഒരു പൊടികൾ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു മസാല തന്നെയാണ് കേട്ടോ, ഈ ഒരു മസാല പൊടി തന്നെയാണ് ഈ ഒരു ബിരിയാണിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു ഫ്ലേവറുള്ള മസാലയാണിത്. അപ്പോൾ കറക്റ്റ് അതൊരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഈ ഒരു ചിക്കൻ വേവുന്നവരെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ചിക്കൻ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വെന്തെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. അവസാനമായിട്ട് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുറച്ചും കൂടി ആ ഒരു മസാലപ്പൊടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറോട് കൂടിയിട്ടുള്ള മസാലയാണ്. അപ്പോൾ അവസാനമായിട്ട് ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും അതേപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ പശു നെയ്യും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മല്ലിയിലയും നമ്മൾ പശു നെയ്യൊക്കെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കങ്ങ് മാറ്റി വയ്ക്കാം. ഒരിക്കലും ഇതിൻ്റെ ഒരു മസാല എന്ന് പറയുന്നത് തുറന്ന് വെക്കരുത് കേട്ടോ. തുറന്ന് വെച്ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലേവറൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമുക്കങ്ങോട്ട് നഷ്ടപ്പെടും. അതുകൊണ്ട് നന്നായിട്ട് റൈസ് വേകുന്നവരെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഇത് നമുക്കങ്ങ് മാറ്റി വയ്ക്കാം. ഇനി ഇത് മറ്റൊരു പാനിൽ കുറച്ച് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാവുന്ന സമയത്ത് ഒരു മീഡിയം സൈസുള്ള സവാള ഇതുപോലെ ചെറുതായിട്ട് ഞാനൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിതുപോലെ കട്ട് ചെയ്യുന്ന സമയത്ത് നൈസായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ആ ഒരു സവാള നമുക്ക് നന്നായിട്ട് ഈ ഒരു എണ്ണയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. കറക്റ്റായിട്ട് ആ ഒരു ബ്രൗൺ കളറായിട്ട് വരണം കേട്ടോ. നമ്മൾ ബിരിയാണി ദം ചെയ്യുന്ന സമയത്ത് ആ ഒരു ദമ്മിലോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ സവാള ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് ബ്രൗൺ കളറായിട്ട് വരുന്ന സമയത്ത് ഈ ഒരു സവാള നമുക്ക് പതുക്കെ എണ്ണയിൽ നിന്ന് അങ്ങനെ എടുത്ത് മാറ്റി കൊടുക്കാം. ഇനി റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു പാത്രത്തിൽ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ സാധാരണ ഓയിലും ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഡാൽഡ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഡാൽഡയും കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു നെയ്യും അതേപോലെ നമ്മുടെ ഡാൽഡയും നെയ്യൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു ചെറിയ സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ ഒരു സവാളയുടെ കളർ അത്യാവശ്യം ഇതുപോലൊന്ന് മാറി വരുന്ന സമയത്ത് ഇനി നമുക്ക് ഈ ഒരു ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം, 2 ഏലക്കായ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താണ് കേട്ടോ. അതേപോലെ 2 പീസ് പട്ട, അതേപോലെ ഒരു 3 പീസ് ഗ്രാമ്പു, പിന്നെ നമ്മുടെ ബേ ലീവ്സ് ചെറുതായിട്ട് കട്ട് ചെയ്ത് കേട്ടോ. അത് ചെറിയൊരു പീസ് മതിയാകും. അതും കൂടി നമുക്ക് ഈ ഒരു സവാളയുടെ കൂടെ ഈ ഒരു എണ്ണയിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു സ്പൈസസിൻ്റെ മണം ചെറുതായിട്ടൊന്ന് മാറി വരും കേട്ടോ. ആ ഒരു വഴൻ്റെ ആ ഒരു കറക്റ്റ് മണമായിട്ട് വരുന്ന സമയത്ത് ഒരു സ്പൈസസിൻ്റെ മണവും ഫ്ലേവറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു റൈസിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ അതിൻ്റെ കണക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ 4 ഗ്ലാസ് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 8 ഗ്ലാസ് നല്ല ചൂടുള്ള, അതായത് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം വേണം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് അളന്നെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം, ആ ഒരു രീതിയിൽ മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു വെള്ളം നമ്മൾ ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉപ്പൊന്ന് മുന്നിട്ട് നിൽക്കണം, എങ്കിലും നമ്മുടെ റൈസിന് കറക്റ്റായിട്ട് ആ ഒരു ഉപ്പ് രസം അങ്ങോട്ട് പിടിക്കുള്ളൂ കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു നാരങ്ങ നീരും കൂടി നമുക്ക് പിഴിഞ്ഞൊഴിക്കാം. ആ ഒരു റൈസ് വെന്ത് കഴിഞ്ഞാൽ സെപ്പറേറ്റ് വേറിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങാ നീര്, അതായത് ഒരു മുറി നാരങ്ങാ നീര് നമുക്കിതിലോട്ട് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഈ ഒരു വെള്ളം എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു വെള്ളം അത്യാവശ്യം ഇതുപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് 4 ഗ്ലാസ് ജീരകശാല റൈസ് നന്നായിട്ട് കഴുകിയെടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ടുള്ള ആ ഒരു റൈസാണ് കേട്ടോ ഇത്. അപ്പോൾ 4 ഗ്ലാസ് ജീരക റൈസിനാണ് നമ്മൾ 8 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്തത്. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുള്ള ഈ ഒരു റൈസ് നമുക്ക് ഈ ഒരു വെള്ളത്തിലോട്ട്, തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് നന്നായിട്ട് ഈ ഒരു റൈസ് ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ
അപ്പോൾ ഇതേ കറക്റ്റ് ഒരു 20-25 മിനിറ്റ് കൊണ്ട് നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന റൈസോട് കൂടിയിട്ടുള്ള ചോറ് നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വെന്തിട്ടുള്ള റൈസാണിത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും കറക്റ്റ് വിട്ട് നിൽക്കുന്ന രീതിയിലുള്ള റൈസാണ്. ഇനി നമുക്ക് ഈ ഒരു ബിരിയാണിക്ക് സ്പെഷ്യലായിട്ട് ചെയ്യേണ്ടത് ദമ്മാണ് കേട്ടോ. ദം ഇട്ടിട്ട് നമ്മൾ ബിരിയാണി ചെയ്യുന്ന സമയത്താണ് കറക്റ്റായിട്ട് ആ ഒരു ഫ്ലേവറും മണവും ഒക്കെ ഉണ്ടാകുക. അപ്പോൾ നമുക്കിത് ഈ റൈസ് ചൂടോട് കൂടി തന്നെ നമ്മൾ വേണം ദം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിനി ദം പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് റോസ് വാട്ടറിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മാത്രം മതി കേട്ടോ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കങ്ങ് മാറ്റി വയ്ക്കാം. ആ ഒരു നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി മഞ്ഞൾപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളറാണെങ്കിലും അതായാലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് രണ്ട് രീതിയിൽ ദം ചെയ്തെടുക്കാം. സാധാരണ നമ്മുടെ നമ്മൾ റൈസ് വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു പാത്രത്തിൽ തന്നെ മസാലയും മല്ലിയിലയും അതേപോലെ നെയ്യൊക്കെ ഒഴിച്ചിട്ട് ദം ചെയ്തെടുക്കാം. അതല്ലാതെ ഇതുപോലെ ഒരു പാത്രത്തിൽ നമ്മൾ ഈ ഒരു റൈസും എല്ലാം കൂടി അങ്ങ് സെറ്റ് ചെയ്ത് ഓവനിൽ വെച്ചിട്ട് നമുക്ക് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതെന്തായാലും ഓവനിൽ വെച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് ദം ചെയ്തെടുക്കുന്നത്. ഓവനിൽ വെച്ച് നമ്മൾ ദം ചെയ്തെടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഫ്ലേവറും മണമൊക്കെ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത ഒരു മണവും ടേസ്റ്റൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഓവനുള്ളവർ ഓവൻ വെച്ചിട്ട് ദം ചെയ്യും. ഇനി ഇല്ലാത്തവർ സാധാരണ നമ്മൾ അടുപ്പിലിട്ടിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പാത്രത്തിലിട്ടിട്ടോ ദം ചെയ്തിട്ടെടുക്കാം കേട്ടോ. സാധാരണ ട്രഡീഷണൽ ആയിട്ടുള്ള റെസിപ്പിയിൽ നമ്മൾ ആ ഒരു ചെമ്പിലിട്ടിട്ടാണ് നമ്മൾ ദം ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർ ഇതുപോലെ ഓവനിൽ വെച്ചിട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇത് ഈ ഒരു പാത്രത്തിൻ്റെ അടിഭാഗത്തായിട്ട് കുറച്ച് മസാല ഞാൻ ഇതുപോലെ അങ്ങോട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള റൈസ് നമുക്ക് ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള സവാളയും അതേപോലെ കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതേപോലെ കുറച്ച് നെയ്യും കൂടി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് മസാല നമുക്ക് ഇതുപോലെ അങ്ങോട്ട് വെച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഈ ഒരു മസാലയുടെ മുകളിലോട്ടായിട്ട് കുറച്ച് റൈസ് നമുക്ക് ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് തന്നെ ലെയർ ബൈ ലെയർ ആയിട്ട് ഇത് തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഫോയിൽ പേപ്പർ കൊണ്ട് ഒന്ന് കവർ ചെയ്ത് 1 മിനിറ്റ് നമുക്ക് ഓവനിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇനി നിങ്ങൾ സ്റ്റൗവിലാണ് ദം ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ ഒരു അടിയിൽ ഒരു ഉപയോഗിക്കാത്ത ഫ്രൈ പാൻ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ ദം ചെയ്തെടുക്കാൻ പോകുന്ന ആ ഒരു പാത്രം വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് പതുക്കെ ഒന്ന് നമ്മൾ ചൂടാക്കി എടുക്കുകയാണ് വേണ്ടത്. അതൊരു 5-10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ദം കയറ്റി എടുത്താൽ മതി. അപ്പോൾ ഇത് നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള നമ്മുടെ തലശ്ശേരി ദം ബിരിയാണി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമ്മൾ ആ ഒരു ദമ്മൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് ഒരു രക്ഷയില്ലാത്ത ഒരു മണവും ഫ്ലേവറും നല്ല രുചിയോട് കൂടിയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ ഈ ഒരു പെരുന്നാളിൽ എല്ലാവരും ഈ ഒരു രീതിയിൽ തലശ്ശേരി ദം ബിരിയാണി ഒന്ന് റെഡിയാക്കി നോക്കുക. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് കേട്ടോ. തലശ്ശേരി ഉള്ളവർക്കറിയാം അതിൻ്റെ ആ ഒരു ടേസ്റ്റും ആ ഒരു ഭംഗിയൊക്കെ എന്താണുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ വന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യേണ്ട കാര്യവും മറന്നു പോകരുത്. പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെയുള്ള റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് കൂട്ടത്തിലുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി എനാബിൾ ചെയ്ത് ഓൾന്ന് തന്നെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അങ്ങനെയാവുന്ന സമയത്ത് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം തന്നെ വരുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.